ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ പറഞ്ഞ് എന്തായാലും പകുതി നോമ്പ് കഴിഞ്ഞു. എത്ര എളുപ്പമാണ് നോമ്പ് കടന്നു പോകുന്നത് അല്ലേ. 15 നോമ്പായി ഇന്നത്തേക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അധികം സ്പെഷ്യലൊന്നുമില്ല. നോർമലി നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ തണ്ണിമത്തനാണ് ഇന്ന് ജ്യൂസാക്കി അടിക്കുന്നത്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ അടിക്കുക. വെള്ളം പോലെ ആവും. നല്ല ദാഹമുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു കുടിക്കാൻ അതാണ് ഒന്നും കൂടി സുഖം ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ ഈ തണ്ണിമത്തൻ തന്നെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് കട്ട്ലറ്റും അതുപോലെ കാരക്ക പൊരി പിന്നെ പഴംപൊരി, ഇത് മൂന്നുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇതൊന്നും ഒരുപാട് ഉണ്ടാക്കില്ല, അതാദ്യം പറയാം. കാരണം നമ്മളെപ്പോഴും നമ്മളെ എണ്ണത്തിനനുസരിച്ച് കറക്റ്റായിട്ട് ഉണ്ടാക്കാറുള്ളൂ. ഓവർ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് കേട്ടോ അത്. അപ്പം കറക്റ്റായിട്ട് ഓരോരുത്തർക്ക് ഒന്ന് എടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പം കുറച്ച് എല്ലാവരും കഴിക്കുകയുള്ളൂ. കുറേ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റസ്കിൻ്റെ പൗഡറല്ല എടുക്കാറുള്ളത്. ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്നും കൂടി നമുക്ക് കട്ട്ലേറ്റ് കടിക്കാൻ നല്ലൊരു സോഫ്റ്റായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഒന്നും റെസിപ്പി ആർക്കും വേണമെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഫ്രൈ ഐറ്റംസിൻ്റെ ഒക്കെ ഒരു അടുത്തേക്ക് തന്നെ വരുന്നത്. കുറച്ച് ഇന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ പഴംപൊരി ഇതൊക്കെ ഒരേ സെയിം മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പഴംപൊരിയും കാരക്ക പൊരിച്ചതൊക്കെ ഒരേ മാവിൽ തന്നെയാണ് കേട്ടോ. വെറൈറ്റി ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.